Hi dears, Assalamu alaikum, welcome back. ഇന്ന് നമ്മൾ ചിക്കൻ കപ്പ ബിരിയാണിയാണ് തയ്യാറാക്കി എടുക്കുന്നത്. ചിക്കൻ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടൊക്കെ നിങ്ങളും തയ്യാറാക്കി എടുത്തിട്ടുണ്ടാവും അല്ലേ? പക്ഷേ ഞാനിതൊരു സ്പെഷ്യൽ രീതിയിലാണ് ഈ ഒരു കപ്പ ബിരിയാണി നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് കണ്ടു നോക്കാം. ആദ്യം വേണ്ടത് ചിക്കൻ എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ട് അത് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തിട്ട് മസാല പുരട്ടി വെച്ചാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ചിക്കൻ പൊരിക്കുന്ന മസാല തേക്കാറ് ആ രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ സിമ്പിളായിട്ടുള്ള മസാലയാണ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കോൺഫ്ലോറും ഉപ്പും ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഞാനിവിടെ 1.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. 4 കിലോ കപ്പ കൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിലേക്ക് 1.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ടോട്ടലായിട്ട്. അപ്പോൾ അത് 1.5 കിലോ ഇല്ല കേട്ടോ, അത് അതിൽ നിന്ന് എല്ലില്ലാത്ത കഷ്ണങ്ങൾ മാത്രം എടുത്തിട്ട് മസാല പുരട്ടി വെച്ചതാണ്. പിന്നെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് വേവിക്കാനുള്ള കപ്പ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. 4 കിലോനുണ്ട് കേട്ടോ. ഇത് വലിയ അളവിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾ അതിനനുസരിച്ച് കുറഞ്ഞ അളവിൽ ഉണ്ടാക്കിയെടുത്താൽ മതി. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ എല്ലാ ഭാഗത്തേക്കും കൊണ്ട് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അതിന് മുമ്പ് ഞാനിവിടെ ചിക്കനും കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ, ബാക്കിയുള്ള ചിക്കന്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 1.5 കിലോ ചിക്കനിൽ നിന്ന്. അപ്പോൾ അതിൽ നിന്ന് എല്ലില്ലാത്ത പീസൊക്കെ ആദ്യം കട്ട് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചു. ബാക്കിയുള്ള പാർട്സും എല്ലാം ഉണ്ട് കേട്ടോ, അതെല്ലാം എടുത്തിട്ടുണ്ട്. അധികം എല്ലുള്ള പീസാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും ഇവിടെ കഴുകിയിട്ട് ഡ്രൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാൻ വെച്ചിട്ടുണ്ട്. അതേ സമയം തന്നെ അടുത്ത സ്റ്റൗവിൽ നമ്മുടെ കപ്പ വേവിക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേ ഒരു സമയത്ത് തന്നെ ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചാണ് കേട്ടോ ചെയ്യുന്നത്. ഇതേ ഒരു സമയത്ത് തന്നെയാണ് ഞാൻ ചിക്കൻ പൊരിക്കാനുള്ള ചട്ടി കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചിക്കൻ പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വെളിച്ചെണ്ണ എടുത്താൽ മതി കേട്ടോ, അത് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കിതൊരു ഗ്രേവി ഉണ്ടാക്കണം ആദ്യം ചിക്കൻ്റെ, അതിന് വേണ്ടിയിട്ട് ആ ഒരു വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ എനിക്കിത് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചാണ് ചെയ്യണത്. അപ്പോൾ ആദ്യം തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ പിന്നെ ആ ഓയിലുണ്ടാക്കി ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് 3 സവാള എടുത്തിട്ട് അരിഞ്ഞെടുത്തതാണ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള നന്നായിട്ട് വഴന്ന് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ ഒരു സമയം അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ചിക്കൻ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ചിക്കന് ഓരോ ബാച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ അത് ഒരു ബാച്ച് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പീസല്ലേ. അപ്പോൾ അത് അതിലിട്ടാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, അതാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് ഈ ഉള്ളി വഴന്ന് വന്ന ശേഷം അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്തിട്ട് അതിൻ്റെ റോസ്മെല്ലൊക്കെ മാറുന്ന വരെ വഴറ്റിയെടുക്കുക. അത് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഒരു 3 കുഞ്ഞ് തക്കാളി, അത്ര വലുതാണെങ്കിൽ 2 എണ്ണമൊക്കെ മതി കേട്ടോ. 3 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു, അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ടേസ്റ്റിനുള്ള ഡിഫറൻസ് കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്കൊരു 3 ടീസ്പൂണാണ് കേട്ടോ, 3 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേഞ്ച് ചെയ്യുക കേട്ടോ. പിന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചതും ചേർത്തിട്ട് നന്നായിട്ട് അതിൻ്റെ റോസ്മെല്ല് മാറുന്നവരെ അതും വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക. കറിവേപ്പില കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. കൂടുതലൊന്നും വേണ്ട, കുറച്ച് മതി. എന്നിട്ട് അതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് നോക്കിയതിന് ശേഷം ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളമല്ല ചിക്കന് ബാക്കി നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം.
നിങ്ങൾക്ക് പെട്ടെന്നാവണമെന്നുണ്ടെങ്കിൽ ഇത് കുക്കറിൽ ചെയ്തെടുക്കാം കേട്ടോ. പക്ഷെ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ടേസ്റ്റ് കുക്കറിൽ കിട്ടില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നാവണമെന്നുണ്ടെങ്കിൽ കുക്കറിലും ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ കപ്പ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് കപ്പ പോയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് നല്ല കപ്പയാണ്, നല്ല പൊടിയുള്ള കപ്പയാണ് തോന്നുന്നുണ്ട്, പെട്ടെന്ന് വേവെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. അതേസമയം തന്നെ ഇതും ഒന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതും ഇടയ്ക്കൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഏകദേശം കുക്കായിട്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും കൂടി ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോഴേക്കും നമ്മുടെ കപ്പ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. പെട്ടെന്ന് ഉടയുന്ന സൈസ് കപ്പയാണെന്ന് തോന്നുന്നുണ്ട്. നല്ലോണം പെട്ടെന്ന് കുക്കായി വന്നുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ അങ്ങ് ഊറ്റിയെടുക്കാം. വെള്ളം എന്തെങ്കിലും കട്ടൊക്കെ ഉണ്ടെങ്കിൽ പോവുകയും ചെയ്യും കേട്ടോ. എന്നിട്ട് വെള്ളമൊക്കെ ഊറ്റിയെടുത്ത ശേഷം ഇതുപോലെ ഒരു തവി ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കുക. ഇത് ഉടച്ചെടുക്കുമ്പോഴേക്ക് ഫുള്ളായിട്ട് ഉടഞ്ഞു വരുന്നുണ്ട്, അത്രയ്ക്കും വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്ന രീതിയിലും കുറച്ച് ഉടയുന്ന രീതിയിലും അങ്ങനെ രീതിയിൽ ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കനും ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് റെഡിയായി കുക്കായി വന്നിട്ടുണ്ട്. ഇത് കുറച്ച് ഗ്രേവി ടൈപ്പിലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ കപ്പ കുറച്ച് സമയം കഴിഞ്ഞാൽ, നല്ല പൊടിയുള്ള കപ്പയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞാൽ ഉറച്ചു വരും. അപ്പോൾ കുറച്ച് ഗ്രേവിയിലായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിത് ഇനി നമ്മുടെ കപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കപ്പ നന്നായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കന്, അതും ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട്. കുറച്ചങ്ങ് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ, നമുക്ക് ചെറുതായിട്ടൊന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു 1/4 ഭാഗം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം നല്ലോണം കമ്പൈൻ ആവുന്ന രീതിയിൽ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്ര സിമ്പിളാണ് നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാൻ. ഇനി നമുക്കിത് സർവ് ചെയ്യാം. സർവ് ചെയ്യുമ്പോൾ നമുക്ക് 1-2 ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് സർവ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. നമ്മൾ സർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ ഞാൻ നേരത്തെ മാറ്റി വെച്ചതിൽ നിന്ന് കുറച്ച് ഫ്രൈ ചെയ്ത ചിക്കനും ചേർത്ത് കൊടുക്കുന്നതാണ്. നിർബന്ധമൊന്നുമില്ല കേട്ടോ, അത് ഞാൻ ചെറിയൊരു ഫോട്ടോ ഡെക്കറേഷന് വേണ്ടി മാത്രമാണ്. പിന്നെ കുറച്ച് ഓണിയൻ, സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇങ്ങനെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്